വടകര ലഹരി കേസുമായി ബന്ധപ്പെട്ട് ഒരു അധ്യാപിക കൂടെ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന സാഹചര്യമാണ്. നേരത്തെ 2 അധ്യാപികമാർ ഓൾറെഡി അറസ്റ്റിലായിരുന്നു. പുതിയൊരു അധ്യാപിക കൂടെ അവരുടെ കൂട്ടത്തിൽ തന്നെ ഒരു അധ്യാപിക കൂടെ അറസ്റ്റിലായിപ്പെട്ടിരിക്കുകയാണ്. അതിൽ 3 പേരും BRCയിലെ അധ്യാപികമാരാണ്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ എന്താ പറയുക സൂംബ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് ലഹരിക്കെതിരെ സംസാരിച്ചിരുന്ന അധ്യാപികരാണ്. പക്ഷേ ഈ പറയുന്ന പോലെ ഒരു തരത്തിൽ ഇരട്ട മുഖമായിട്ട് ഇവർ സമൂഹത്തിന് മുൻപിൽ നിലനിന്നിരുന്നതാണ്. കുട്ടികൾക്കൊക്കെ തന്നെയും ലഹരിക്കെതിരെ ഉള്ള ക്ലാസ്സുകൾ എടുത്ത്, എന്നാൽ ഇവർ ലഹരി അടിമകളായിരുന്ന ഒരവസ്ഥ. അടിമകൾ എന്ന് മാത്രമല്ല, ഇടനിലക്കാർ കൂടെയായിരുന്നു ലഹരിയുടെ എന്നതാണ്. MDMA പോലെയുള്ള മാരക ലഹരി വസ്തുക്കളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടായിരിക്കാം കുട്ടികളെ നന്നാക്കേണ്ട, അല്ലെങ്കിൽ പലപ്പോഴും അധ്യാപകരെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് റോൾ മോഡൽസ് ആവേണ്ടവരാണ് എന്നൊക്കെയാണ്. ആ തരത്തിൽ പ്രവർത്തിക്കേണ്ട, മാറേണ്ട അധ്യാപകർ ഇത്തരത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്, ലഹരിയെ കൂട്ടുപിടിക്കുന്നതൊക്കെ എന്തു കാരണം കൊണ്ടായിരിക്കാം? വിദ്യാഭ്യാസത്തിൻ്റെ കുറവായിട്ടോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു പോക്ക് അങ്ങനെ ആയതുകൊണ്ടൊക്കെ ആയിരിക്കുമോ? ഇതിൽ ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നില്ല. അധ്യാപകർ റോൾ മോഡൽ ആയിരിക്കണം എന്ന് പറയുന്നത് ഒരു അധ്യാപകരെ സംബന്ധിച്ച് എത്രത്തോളം, ഇപ്പോൾ ഈ പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകർ എത്രത്തോളം നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് എത്ര പേർക്കറിയാം? അവർ പഠിപ്പിക്കുന്ന സമയത്ത് ആ ഒരു വിഷയം പഠിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് അവരുടെ വ്യക്തി ജീവിതത്തിൽ അവർ പാലിക്കേണ്ട അത് സമൂഹത്തിന് വേണ്ടുന്ന രീതിയിൽ അങ്ങനെ ജീവിക്കുന്ന എത്ര പേരുണ്ട്? വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അധ്യാപനം എന്ന് പറയുന്ന ആളുകളിൽ പലരെയും നോക്കിക്കഴിഞ്ഞാൽ പണ്ട് എല്ലാം ചെയ്ത് നടന്നിരുന്ന ആളുകളാണ്. പിന്നീട് അധ്യാപകനാകുമ്പോഴത്തേക്കും ഒന്ന് ഒതുങ്ങി, ഒന്ന് പരുവപ്പെട്ട് ആകുന്ന ആളുകളാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇരട്ട മുഖവുമായിട്ട് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവർ 3 പേരും മാത്രമല്ല, ഇവർ സമൂഹത്തിൽ നിന്നൊരു രൂപം മാത്രമാണ്. ഇതേപോലെ തന്നെ ഇരട്ട മുഖവുമായി ജീവിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ ഈ വിഷയം, അതായത് ലഹരിയുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ലഹരിയുടെ ഏറ്റവും കൂടുതലും വ്യാപനം തുടങ്ങിയത് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ടാണ്. ഈ 10 വർഷക്കാലം കൊണ്ടാണ് ഇപ്പോൾ MDMA അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രാസലഹരിയുടെ പേരുകൾ നമ്മൾ കേട്ടു തുടങ്ങിയതെന്നൊരു യാഥാർത്ഥ്യമാണ്. ഇതിൽ ഞാൻ വിശ്വസിക്കുന്നത് രാസലഹരിയുടെ പേര് വരാൻ തന്നെ കാരണം കഴിഞ്ഞ സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തനം ഉണ്ടല്ലോ, ഓപ്പറേഷൻ ഡി ഹണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ ലഹരി പിടികൂടുന്ന അവസ്ഥ ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുന്നേയും ഓപ്പറേഷൻ തൂഫാന് മുന്നേയും സർക്കാർ പ്രവർത്തനമായിട്ട് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ എത്ര പേരെ പിടിച്ചിട്ടുണ്ട്? ഇത് വളരെ വ്യാപനം ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കൊച്ചിയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്ന രീതിയിലായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത്. ഇന്ന് ലഹരി ഉണ്ടോ എന്ന് ചോദിക്കാൻ തന്നെ പേടിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് പോകുന്നത്. ആ രീതിയിൽ മാറ്റം വരണമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ടാണ് ഈ ലഹരി ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. ഈ വോട്ട് കൊടുത്ത ജനങ്ങൾ ഈ സർക്കാരിനെ താഴെ ഇറക്കുമ്പോൾ, അതായത് പിണറായി വിജയൻ സർക്കാരിനെ താഴെ ഇറക്കുമ്പോൾ ജനങ്ങൾ പറഞ്ഞത് എന്താണ്? ഇത്രയും ലഹരി വ്യാപനം ഉണ്ടായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഒരു ചെറു വിരലെങ്കിലും അനയ്ക്കോ എന്നാണ് ചോദിച്ചത്. ഇപ്പോൾ ഓപ്പറേഷൻ ഡി ഹണ്ട്, അങ്ങനെ ഒരുപാട് പേരിൽ ഒരുപാട് പദ്ധതികളുണ്ട്. ഈ പദ്ധതികൾ നടപ്പിലാക്കേണ്ടത് ആരാണ്? ഈ പദ്ധതികൾ കൃത്യമായിട്ട് കൊണ്ടുപോകേണ്ടത് ആരാണ്? ആ സാഹചര്യത്തിലാണ് പോലീസുകാരെ ഉൾപ്പെടെ, ഈ പദ്ധതികൾ ചെയ്യുന്ന പോലീസുകാരെ ഉൾപ്പെടെ രാസലഹരിയുടെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇത്തരത്തിൽ സ്പാകളും മറ്റു കാര്യങ്ങളുമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് കേരളത്തിലെ പോലീസ് സംവിധാനത്തിലുള്ള പല ആളുകളുമായിരുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം തുടങ്ങിയ പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന പദ്ധതി. ആ പദ്ധതി വളരെ വിജയകരമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് പല ആളുകളും ചോദിച്ചാണ്, പെരുമ്പാവൂർ നിങ്ങൾക്ക് നന്നാക്കാൻ കഴിയുമോ എന്ന്. ഇന്ന് പെരുമ്പാവൂർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും അവിടെ ചെക്കിംഗ് ഉണ്ട്. അവിടെ ഈ പറയുന്ന പോലെ അധ്യാപികമാർക്ക് 2 മുഖം എന്ന് പറയുന്ന പോലെ പെരുമ്പാവൂരിനകത്ത് ഉള്ളിൽ ഇത്തരത്തിലുള്ള താവളങ്ങളുണ്ട്, ലഹരി ഉപയോക്താക്കളുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ ദിവസവും ഇത്തരത്തിലുള്ള ആളുകളെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ അധ്യാപകരെ പിടിച്ചത് വാർത്തയായത്? എന്തുകൊണ്ടാണ്? സമൂഹത്തിൽ ഉന്നത നിലയിൽ നിൽക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ അടിമകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഏജന്റുമാരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കൊച്ചി, എറണാകുളം അല്ലെങ്കിൽ തിരുവനന്തപുരം ഇവിടേക്കൊക്കെ ആരാണ് ഈ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്? അവിടെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളാണ്.
വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പോക്കറ്റ് മണി, അപ്പോൾ അവർ പഠിക്കാൻ വേണ്ടി വരികയാണ്, കാശിൻ്റെ ആവശ്യം വരും. അപ്പോൾ എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള ഏതെങ്കിലും സുഹൃത്തുക്കളുമായി ബന്ധപ്പെടുമ്പോൾ ഇവർ ഓരോ പാക്കുകൾ എടുത്തു കൊടുക്കും. അപ്പോൾ കാരിയേഴ്സായിട്ട് ഇവർ മാറുകയാണ്. ഇപ്പോൾ 5000 രൂപയ്ക്ക് എടുത്തിട്ട് 500 600 രൂപയ്ക്ക് ഓരോ പാക്കറ്റുകൾ വിൽക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ വിദ്യാർത്ഥികൾ മാറി. അവർക്ക് പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ കഴിയുന്ന, പെട്ടെന്ന് കയ്യിലേക്ക് പണം വരികയാണ്. അത് അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു സാധാരണപ്പെട്ട ഒരാൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ പണിയെടുത്താൽ കൂടിപ്പോയി കഴിഞ്ഞാൽ 1000 രൂപയാണ് കിട്ടുന്നത്. ഇതേപോലെ കുറച്ച് പാക്കറ്റുകൾ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന വലിയ തുകകളാണ്. അപ്പോൾ എന്ത് ചെയ്യും, പിടിച്ചാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക് അവർ ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. പതിയെ ഇതിൻ്റെ പൈസയ്ക്ക് വേണ്ടി പോകുന്ന സാഹചര്യത്തിൽ പതിയെ ഇത് ഉപയോഗം കൂടും. തന്നെ കയ്യിലേക്ക് വരികയാണല്ലോ, ഈ ഉപയോഗം കൂടും. ഇത് മറ്റുള്ള ലഹരി വസ്തുക്കളിലേക്ക് പോകും. ഇപ്പോൾ ഇത്തരത്തിലുള്ള പല ലഹരിക്കും പല വിലയാണ്. അപ്പോൾ ഇതിൻ്റെ ഉൽപ്പന്നങ്ങളുടെ സാധനം മാറും. വ്യത്യസ്ത തരത്തിലുള്ള ലഹരി മരുന്നുകൾ വിൽക്കാൻ തുടങ്ങും. കൂടുതൽ പണം കണ്ടെത്താനുള്ള രീതിയിലേക്ക് പോകും. യഥാർത്ഥത്തിൽ അതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഉപയോഗിക്കാത്ത ആരാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്? എല്ലാവരും, ഏറെക്കുറെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് അങ്ങനെ, അതായത് അടച്ചാക്ഷേപിക്കല്ല, എല്ലാ വിഭാഗത്തിൽപ്പെട്ട അധ്യാപകർ ഉപയോഗിക്കുന്നുണ്ട്, പോലീസുകാർ ഉപയോഗിക്കുന്നുണ്ട്, മാധ്യമപ്രവർത്തകർ ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ തന്നെ IT എഞ്ചിനീയേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഏതെല്ലാം ജോലി വിഭാഗങ്ങളുണ്ടോ ആ വിഭാഗങ്ങളുള്ള എല്ലാ ആളുകളും എന്നല്ല പറയുന്നത്, അതിലെ ഒരു വട്ടം ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. ആരും അറിയാതെ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ പഴയ കാലത്തൊക്കെ മദ്യമൊക്കെ ആയിരുന്നു ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്നത്. ഇന്ന് അതൊന്നുമല്ല. ഇന്ന് നമ്മൾ കേൾവിയില്ലാത്ത ലഹരി വസ്തുക്കൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളം എന്ന് പറയുന്ന ഒരു ഹബ്ബായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിൽ കഴിഞ്ഞ സർക്കാരിന് വലിയ പങ്കുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ആലപ്പുഴയിൽ ജി സുധാകരൻ ഏറ്റവും കൂടുതൽ ഉന്നയിച്ചൊരു വിഷയമാണ്. അവിടുത്തെ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് ഇത്തരത്തിലുള്ള ലഹരി മാഫിയകളാണ് എന്നാണ് ജി സുധാകരൻ അടച്ചാക്ഷേപിച്ചത് ആ സമയത്ത്. അതേപോലെ തന്നെ അന്ന് ലഹരിയുമായി എത്ര സഖാക്കന്മാരെയാണ് ആലപ്പുഴയുമായി ബന്ധപ്പെട്ട് പിടിച്ചത്. അപ്പോഴെല്ലാം ഇവിടുത്തെ ഒരുപാട് ആളുകൾ പറഞ്ഞാണ്, ഇവിടുത്തെ ലഹരി മരുന്ന് മാഫിയയെ ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ്, അവർക്ക് ഇത് നടത്താനുള്ള അനുമതി കൊടുക്കുന്നത് ആ സർക്കാരാണ് എന്ന് പറയുന്ന രീതിയിലുള്ള അനുമതി കൊടുക്കുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് പോലീസുകാർ ഫ്രീ ആയിട്ട് വിടുന്നത് കൊണ്ടല്ലേ ഇത്തരത്തിലുള്ള വ്യാപനങ്ങൾ കൂടിയത്. പോലീസ് കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്ത് ഇത്തരത്തിലുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ, ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിടിക്കപ്പെടുമെന്നുള്ള പേടി ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ കൊടുക്കാൻ നിൽക്കുമോ? അതേപോലെ തന്നെ ഇപ്പോൾ SFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന PM ആർഷയെക്കുറിച്ച് ആ പാർട്ടിയിലുണ്ടായിരുന്ന PK ശശി തന്നെ പറഞ്ഞെന്താണ്, എറണാകുളത്ത് നിന്നൊരു സഖാവുണ്ട്, ആ സഖാവിന് നേരെ നിൽക്കാൻ കഴിയില്ല, നിന്ന് കഴിഞ്ഞാൽ വീണു പോകും, ഇത്തരത്തിലുള്ള ലഹരി മരുന്നുകൾ ഉപയോഗിച്ചിട്ടാണ് വരുന്നത് എന്ന് പറയുന്ന രീതിയിലേക്ക്. അപ്പോൾ ഈ സംഘടനയുള്ള ആളുകളെ, ആ സംഘടനയിൽപ്പെട്ട ആളുകൾ തന്നെ അടച്ചാക്ഷേപിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്നു. ചേട്ടൻ തന്നെ സൂചിപ്പിച്ചു, എല്ലാ മേഖലകൾക്കകത്തും ഇത്തരത്തിൽ ലഹരി ഉപയോഗം ഉള്ള വ്യക്തികളുണ്ട്. അപ്പൊ SFI അല്ലെങ്കിൽ CPM മാത്രം ടാർഗറ്റ് ചെയ്ത് CPM ടാർഗറ്റ് ചെയ്തല്ല, ഇതുമായി ലഹരി മരുന്നുമായി പിടിച്ചിട്ടുള്ള UDF-കാരുണ്ട്. അതേപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുണ്ട്. അതേപോലെ തന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട പല പാർട്ടിയിൽപ്പെട്ട ആളുകളും ഇത്തരത്തിലുള്ള ലഹരി വിഷയവുമായി ബന്ധപ്പെട്ട് പലതവണ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ ഉന്നയിച്ചത്, ഇടതുപക്ഷം ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇടതുപക്ഷത്തിനെ പറ്റിയുള്ള ഏറ്റവും കൂടുതൽ ആക്ഷേപം, ഇത്തരത്തിലുള്ള ആളുകളെ ഏറ്റവും കൂടുതൽ ക്യാൻവാസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ലഹരി കൊടുത്തിട്ടാണ് എന്ന് പറയുന്ന ആക്ഷേപം LDF-നെതിരെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം കണ്ണടച്ച് വിടുകയാണ് ചെയ്തത്. അതിനൊന്നും മറുപടി കൊടുത്തില്ല. യഥാർത്ഥത്തിൽ ഒരു സർക്കാരിനെ സംബന്ധിച്ച് അത് മറുപടി കൊടുക്കേണ്ടതായിരുന്നു. ഞങ്ങൾ ഇതിനെതിരെയാണ് നിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ് അത് കാണിക്കേണ്ടതായിരുന്നു. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് അത് കാണിക്കാൻ കഴിയാതെ പോയി. അതേപോലെ തന്നെ ഇതിൻ്റെ വ്യാപനം നമുക്കൊന്നും നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് പോയി എന്നതൊരു യാഥാർത്ഥ്യമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇപ്പോഴാണെങ്കിൽ പോലും ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങിയിട്ട് പോലും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകളെ വീണ്ടും പിടിക്കുന്നത്? ഇപ്പോൾ അധ്യാപകരെ പിടിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. 3 അധ്യാപകർ, 2 പേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിച്ചു, ഇന്ന് അടുത്ത ആളെയും കൂടെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഇത്തരത്തിൽ കൃത്യമായിട്ട് പോലീസ് സംവിധാനങ്ങൾ ഇടപെടുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകളെ കിട്ടുന്നത്. ഇപ്പോൾ രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞു,
രമേശ് ചെന്നിത്തലയോട് ഒരുപാട് ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് വലിയ വലിയ ആളുകളെ പിടിക്കാത്തത്, വലിയ വലിയ ആളുകളെ പിടിച്ചാലല്ല ഇത് മൊത്തത്തിൽ നിർത്താൻ കഴിയും. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ആദ്യം അടിത്തട്ട് ക്ലീൻ ചെയ്ത് പോകണം. അടിത്തട്ട് എന്ന് പറയുന്നത് നമ്മൾ സാധാരണപ്പെട്ട ജനജീവിതങ്ങളിൽ ഈ സാധനങ്ങൾ എത്തിക്കുന്ന ആളുകൾ, അവരാണ് ഇതിൻ്റെ ചങ്ങലകൾ. ആ ചങ്ങലകളെ മുറിച്ച് മേലോട്ട് പോയെങ്കിൽ മാത്രമേ വലിയ വലിയ കണ്ണികളെ നമുക്ക് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ചിലപ്പോൾ ഇവിടേക്കൊന്നും നമുക്ക് കയറി ചെല്ലാനുള്ള ആക്സസ് ഇല്ലായിരിക്കാം. പക്ഷേ രമേശ് ചെന്നിത്തല കൃത്യമായിട്ട് പറയുന്നുണ്ട്, എവിടെ നിന്നാണെങ്കിലും ഇത് ഉപയോഗിക്കുന്ന ആളുകളെ ഞങ്ങൾ പിടിക്കും. അത് കാരവാനിലാണെങ്കിൽ അവിടെ കയറി ചെന്ന് ഞങ്ങൾ പിടിക്കുമെന്ന് പറയുന്നത് പലപ്പോഴും നമുക്കറിയാം. കാരവാൻ എന്ന് പറയുമ്പോൾ കൂടുതലും സിനിമാക്കാരെയാണ് നമുക്ക് മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ സിനിമയിലും ഇത്തരത്തിലുള്ള ഒരുപാട് ലഹരികൾ ഉണ്ട് എന്നുള്ള വാർത്തകൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏത് സിനിമാക്കാരനാണെങ്കിലും ഏത് സെലിബ്രിറ്റി ആണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ലഹരി ഉപയോഗിക്കുന്ന ആരാണെങ്കിലും എവിടെ കയറി ചെന്നാണെങ്കിലും പിടിക്കാനുള്ള ധൈര്യം ഞങ്ങൾക്കുണ്ട് എന്നൊരു സർക്കാർ പറയുമ്പോഴാണ് അവിടെ മറ്റുള്ള ആളുകൾക്ക് ഭയമുണ്ടാകുന്നത്. അല്ലെങ്കിൽ ഇത് എല്ലാവർക്കും ഉപയോഗിക്കാം, അവരുപയോഗിക്കുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്കും ഉപയോഗിക്കാം, ഇതൊക്കെ ഈ നാട്ടിൽ സർവ്വസാധാരണമാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ നാടിനെ പിടിച്ചാൽ കിട്ടില്ല. പക്ഷേ ഈ രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ അടുത്ത കുറേ നാളുകൾ കൊണ്ട് ഇതിനെ മുഴുവനായിട്ടും പിടിച്ചു കെട്ടാൻ കഴിയും.